ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പഴയൊരു വീഡിയോ ആണ് കേട്ടോ. നോമ്പിന് മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്, പക്ഷെ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് മടിയെല്ലാം കൊണ്ടാണ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാണ്ടായിപ്പോയത്. അപ്പോൾ നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഇതാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കുകയാണ്, ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി. ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കുബ്ബൂസ് ഉണ്ടാക്കുന്നത്. പതിവ് പോലെ തന്നെ പാലും കുറച്ച് ചൂടുവെള്ളവും ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഈസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 5 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നല്ലോണം നമുക്ക് സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അധികം പ്രകടനം നടത്താനൊന്നും കഴിയില്ല. എന്തായാലും നമ്മൾ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം, എങ്കിൽ മാത്രം മാവ് നന്നാവുകയുള്ളൂ. അപ്പം പിന്നെ നന്നായിട്ട് കൈവച്ച് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ആദ്യം കൈകൊണ്ട് നന്നായി കുഴച്ച് എല്ലായിടത്തും ഈസ്റ്റിൻ്റെ മിക്സർ എത്തി എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഒരു ചപ്പാത്തിയുടെ അവസ്ഥയിലായിരിക്കണം, ചപ്പാത്തിൻ്റെ മാവ് പോലെ ആയിരിക്കണം ഇതും കുഴച്ചെടുക്കേണ്ടത്. അധികം വെള്ളം ആയിപ്പോകാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് ടൈറ്റായി പോകാനും പാടില്ല. നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും കുബ്ബൂസ് ആണെങ്കിലും നന്നായി കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം കുഴച്ച് റെഡിയാക്കി കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊടി ഒന്നുകൂടി ഇടിച്ച് കുഴച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലേ നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. മെയിനായിട്ട് ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിലും കുബ്ബൂസ് ആണെങ്കിലും എന്തായിക്കോട്ടെ, ഇങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ ചുടുമ്പോൾ നന്നായി കുഴച്ച് ഒരുപാട് സമയം കുഴച്ച് മാവ് റെഡിയാകുമ്പോൾ മാത്രമാണ് നല്ലതായി കിട്ടുള്ളൂ. നന്നായി കുഴച്ച് 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 റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് നേരം അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മയോണൈസ് റെഡിയാക്കാം. ഇത് ഞാൻ പാൽ ഉപയോഗിച്ചിട്ടാണ് മയോണൈസ് റെഡിയാക്കുന്നത്. ആവശ്യത്തിന് പാലെടുത്തിട്ടുണ്ട്. പിന്നെ സെഡാർ ചീസ് പൗഡർ ഉണ്ടായിരുന്നു കയ്യിൽ, അതും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ മെയിനായിട്ട് കുറച്ച് ഓയിൽ വേണം, പിന്നെ വെളുത്തുള്ളി വേണം. പിന്നെ ഇത് നന്നായി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് ഒന്നുകൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടിലൻ മയോണൈസ് റെഡിയാകും. അങ്ങനെ മയോണൈസും റെഡിയാക്കി വെച്ച് ഇനി മാവ് നമ്മൾ കുഴച്ച് പരത്തിയെടുക്കുകയാണ്. കുഴച്ച് വെച്ച് ഓൾറെഡി, ഇനി പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി ഒരു കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് പരത്തി അന്നേരം തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റ് ചേർത്തിട്ടുള്ളൊരു മാവായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. വീഡിയോ ഒക്കെ ഡിലേ ആകുന്നതിൻ്റെ കാരണം മടി മാത്രമല്ല കേട്ടോ, എക്സാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. കേട്ടിട്ടിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി 2 മാസം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ഇടയിലാണ് വീഡിയോ അത്യാവശ്യമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതും എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ലൈബ്രറി പോയിട്ട് 3 പുസ്തകങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കൊണ്ടുവച്ചെന്നല്ലാതെ വായിച്ച് തീർക്കാനൊന്നും പറ്റിയിട്ടില്ല. എക്സാമിൻ്റെ തിരക്കും പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതും അങ്ങനെ ഒരു പകുതി വഴിക്കായിട്ടാണുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് നമ്മൾ മറന്നു പോയ കുറച്ച് നല്ല ശീലങ്ങൾ കൂടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പ്ലാനുണ്ട്. എത്ര പേർ ഇങ്ങനെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് വായിക്കാറുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ലൊരു കാര്യമാണത്. നമുക്ക് എത്ര തിരക്ക് പിടിച്ച ലൈഫാണെങ്കിലും നമുക്ക് ഏറ്റവും നമ്മളെ സെൽഫ് ടൈം കുറച്ച് കിട്ടുന്നൊരു സംഗതിയാണ് പുസ്തക വായന എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണത്. അപ്പോൾ അതിലും കുറച്ച് ശ്രദ്ധ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ അപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ ഫില്ലിങ്ങിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനും ക്യാബേജും പിന്നെ സവാളയും പച്ചമുളകൊക്കെയാണ്. പൊടിയായിട്ട് അരിഞ്ഞ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മയോണൈസും മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ഷവർമയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം, അതായത് കുബ്ബൂസിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് കേട്ടോ ഷവർമ. അത് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ വീട്ടിലുണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. മയോണൈസ് നമ്മൾക്ക് അന്നേരം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് ഹെൽത്തിന് നല്ലതാണല്ലോ. അധികം ഓയിലൊന്നും ഞാൻ ചേർക്കാറില്ല. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഓയിൽ കുറച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കാറ്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളതാണ്. വീണ്ടും പുതിയ റെസിപ്പീസും പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ.